ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ പാഠപുസ്തകങ്ങളായിരിക്കില്ലേ. എന്നാലും നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച കുറേ കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അല്ലേ. ഓരോ കഥയിലും ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഒത്തിരി പതിഞ്ഞിട്ടുണ്ടായിരിക്കും. ചില പറയുന്ന ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ കണ്ണുടക്കുന്നുണ്ടായിരിക്കും ഈ പിക്ചേഴ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പിക്ചേഴ്സിനൊന്ന് ജീവൻ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അവയൊന്ന് ഇളകിയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും, ഒരു ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് ഈ ഓരോ പിക്ചേഴ്സിന് കൊടുത്താലോ. അപ്പോൾ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഇതുപോലെ ഒരു ക്ലോണിനെ കിട്ടിയത്. അപ്പോൾ നമ്മളിതാ അതിൻ്റെ പിക്ചർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പറിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ കറക്റ്റ് ഔട്ട്ലൈനിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പോകുന്നത് ബാക്കിൽ ഓരോ 3 കഷ്ണമായിട്ട് നമ്മളിതിനെ എത്രയെങ്കിലും പാർട്സായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞ് പിക്ചർ ആയതുകൊണ്ട് ഞാനൊരു 3 കഷ്ണമായിട്ട് ഇതിനെ മുറിച്ചിട്ടുണ്ട്. തല, അതുപോലെ ഉടൽ, പിന്നെ കാലൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ പേപ്പർ തന്നെ റോൾ ഉണ്ടാക്കിയിട്ട് കുഞ്ഞ് റോളാക്കിയിട്ട് ഒരു ആണി പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ അതിൻ്റെ അടിയിലത്തെ ഓരോ പോർഷൻസ് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഹോൾ ചെറുതായി പോയതുകൊണ്ടും കുറച്ച് സ്റ്റിഫായിട്ട് നിന്നു. എന്നാലും ചെറിയ ഒരു മൂവ്മെൻറ്റൊക്കെ ഓരോ ബോഡി പാർട്സിന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒട്ടിനിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേറെ ഒരു വലിയ പിക്ചർ ഇതാ ബുക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറിയൊരു ആണി ബാക്കിൽ പേപ്പർ കൊണ്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വലിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഓരോ പാർട്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ പാർട്സ് ഇണങ്ങുന്നോ അതൊക്കെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഹാങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പാർട്സും ഇളകുന്നുണ്ടായിരിക്കും കേട്ടോ. കണ്ടോ, അസലായിട്ട് ഇതാ തുള്ളി കളിക്കുന്ന ഓരോ പിക്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ബുക്കിൽ നിന്ന് കിട്ടുന്ന ഏതൊരു പിക്ചറും ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അതിന് ചെറിയൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വല്ല കോൺവെർസേഷൻസ് ഒക്കെ നടത്തിയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കളിയൊക്കെ ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഗമ്മും കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ വേണ്ടു, ഇത് എന്തായാലും ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നന്നായി സൂപ്പറായിട്ട് ഇളകുന്നുണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടത് മറ്റേതിനേക്കാളും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.